നമസ്കാരം. ബോർഡ് ഓഫ് പീസ് ട്രംപിൻ്റെ വമ്പൻ സ്വപ്നം. UN അട്ടിമറിച്ച് അതിന് മുകളിൽ ഒരു കസേരയിട്ടിരിക്കുക. അങ്ങനെ നിയമപരമായി തന്നെ ലോക പോലീസായി മാറാനുള്ള ഒരു നീക്കമായിരുന്നു ബോർഡ് ഓഫ് പീസ്. ബോർഡ് ഓഫ് പീസിൻ്റെ ആദ്യത്തെ സമ്പൂർണ്ണ യോഗം കഴിഞ്ഞപ്പോൾ സംഗതി അത്ര പന്തിയല്ല എന്ന് മൂപ്പർക്ക് മനസ്സിലായി. അങ്ങനെ മനസ്സിലായ ഇരിപ്പാണിത്. ലോകത്തിലാകെ ഗാസയെ മുൻനിർത്തി ഉണ്ടാക്കിയ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ പ്രചരണം നൽകിയിട്ട് അവിടെ പുനർനിർമ്മാണത്തിനും പുതിയ ഭരണത്തിനും വേണ്ടി നീക്കം നടത്തുന്നതിന് വേണ്ടി ഔദ്യോഗികമായി രൂപീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനമാണ്. പക്ഷേ സംഗതി മുന്നോട്ട് പോയപ്പോഴാണ് മനസ്സിലായത് ഇത് UN അട്ടിമറിച്ച് അതിൻ്റെ മുകളിൽ ഒരു ലോക പോലീസ് ആവാനുള്ള പരിപാടിയാണെന്ന്. അങ്ങനെ ട്രംപ് 60 രാജ്യങ്ങളെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചു. വെറും 26 രാജ്യങ്ങളാണ് സംരംഭത്തിൽ പങ്കാളികളാകാൻ കഴിഞ്ഞ ദിവസം എത്തിയത്. ബാക്കിയുള്ളവരിൽ മിക്കവരും കയ്യോടെ തള്ളിക്കളഞ്ഞു. പലരും നിരീക്ഷകരായി എത്തി. ഞങ്ങൾ നോക്കിയിട്ട് സംഗതി നോക്കട്ടെ എന്നിട്ട് ചേരാം എന്ന് പറഞ്ഞു. ഇന്ത്യയൊക്കെ അങ്ങനെയാണ് വന്നത്, റഷ്യയൊക്കെ. ആകെ മൊത്തം ഉടൻ ലോകത്തിന് മേൽ ഒരു അധികാര ശക്തിയായി സ്വയം സ്ഥാപിക്കാനുള്ള പരിപാടി, ഔദ്യോഗികമായി തന്നെ അങ്ങനെ ഇരിക്കാം എന്ന പരിപാടി, അങ്ങനെ ലക്ഷ്യമിട്ട് നടത്തിയ പരിപാടി ട്രംപിന് മേലെ ലേശം ഒരടിയായി, ഒരു പാളിപ്പോയ പദ്ധതിയായി പോയി എന്നതാണ് വസ്തുത. ഇത് സംബന്ധിച്ചൊരു വീഡിയോ ആണ് നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഗാസ സമാധാനം ലക്ഷ്യമിട്ടുള്ള സമാധാന കരാർ നിലവിൽ വന്നതോടെ ഗാസയിലെ പുനരധിവാസത്തിനായി വിപുലമായ പദ്ധതിയാണ് ട്രംപിൻ്റെ നേതൃത്വത്തിൽ മുന്നോട്ട് വെച്ച കരാറിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഗാസ പുനർനിർമ്മാണം എന്ന ഒരു സാധ്യത UN കൂടി അംഗീകാരത്തോടെ ചെയ്ത ഒരു സാധ്യത ഉപയോഗിച്ച് അതിൻ്റെ പേരിൽ UN ബദലായി ഒരു സംഘടന തന്നെ ഉണ്ടാക്കാനാണ് ബോർഡ് ഓഫ് പീസിലൂടെ ട്രംപ് ഉന്നമിട്ടത്. അതിനായി ലോകത്തിലെ ശക്തരായ രാജ്യങ്ങളെ മുഴുവൻ ക്ഷണിച്ച് വലിയൊരു സംവിധാനം രൂപീകരിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കം ട്രംപ് നടത്തി. ഗാസയുടെ പേരിൽ ഐക്യരാഷ്ട്രസഭയ്ക്ക് മേലെ തങ്ങളുടേതായ ഒരു അധികാര കേന്ദ്രം, ഇതായിരുന്നു ട്രംപിൻ്റെ സ്വപ്നം. ഗാസയിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തലിന് മേൽനോട്ടം വഹിക്കുക, ഭരണം പുനഃസ്ഥാപിക്കാനുള്ള പദ്ധതികൾ നടപ്പാക്കുക, അതിലൊരു പങ്ക് വഹിക്കുക, അങ്ങനെ പല ലക്ഷ്യങ്ങളായിരുന്നു സംഘടനയുടെ പ്രഖ്യാപനത്തിൽ US മുന്നോട്ട് വച്ചിരുന്നത്. എന്നാൽ അതിന് പിന്നിൽ ഒരു ഗൂഢലക്ഷ്യം അന്നേ പലരും സംശയിച്ചിരുന്നു. അങ്ങനെയാണ് ബോർഡ് ഓഫ് പീസ് ഒരു സംശയകരമായ സാഹചര്യത്തിലേക്ക് എത്തിയത്. 2026 ജനുവരി 21 സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഉച്ചകോടിയിലായിരുന്നു ഡൊണാൾഡ് ട്രംപിൻ്റെ ബോർഡ് ഓഫ് പീസ് പ്രഖ്യാപനം. എന്നാൽ അവിടെ ട്രംപ് അവതരിപ്പിച്ച ബോർഡ് ഓഫ് പീസ് പ്രമേയം ഐക്യരാഷ്ട്ര സഭയ്ക്ക് സമാനമായ ഒരു സംഘടനയായി ഇത് മാറിയേക്കാം എന്ന വിലയിരുത്തൽ ഉണ്ടാക്കി. നിലവിൽ UN കടുത്ത വിയോജിപ്പിലാണ് ട്രംപും US. ഗാസ സമാധാനത്തിനായി ഇസ്രായേലിൻ്റെ അധിനിവേശം ഇല്ലാതാക്കാൻ UN നടത്തിയ നീക്കങ്ങൾ പലപ്പോഴും ട്രംപിൻ്റെ അനിഷ്ടത്തിന് ഇടയാക്കി. ആന്റോണിയോ ഗുട്ടറസൊക്കെ ട്രംപിൻ്റെ മുന്നിൽ ട്രംപിന് അനിഷ്ടത്തോടെ മാത്രം കാണുന്ന ഒരാളായി മാറുന്ന സ്ഥിതിയാണ് UN സെക്രട്ടറി ജനറൽ. ഗാസയിൽ സമാധാനത്തിന് ദുരാഷ്ട്ര പരിഹാരം എന്ന നിർദ്ദേശം ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വെച്ചതും അമേരിക്കയെ പ്രകോപിപ്പിച്ചു. പലസ്തീൻ, ഇസ്രായേൽ എന്നീ രാഷ്ട്രങ്ങളെ അംഗീകരിക്കുന്നതിലൂടെ മാത്രമേ പരിഹാരം സാധ്യമാകൂ എന്നതായിരുന്നു ഒടുവിലത്തെ UN പ്രമേയം. എന്നാൽ ഇസ്രായേൽ അത് അംഗീകരിച്ചില്ല. അമേരിക്കയാണെങ്കിൽ പലസ്തീൻ എന്ന രാഷ്ട്രത്തെ തന്നെ അംഗീകരിക്കുന്നേയില്ലല്ലോ. ഇസ്രായേലിനൊപ്പം ഇക്കാര്യത്തിൽ നിലകൊള്ളുന്ന ട്രംപ് ഗാസ അധിനിവേശത്തിൽ സമ്പൂർണ്ണമായി നെതന്യാഹുവിൻ്റെ നീക്കങ്ങൾക്കൊപ്പം നിലകൊള്ളുകയും ചെയ്തു. ഗാസ ഒരു ടൂറിസം ഹബ്ബ്, കച്ചവട കേന്ദ്രമാക്കാനുള്ള നീക്കം പോലും നടത്തി, പരസ്യമായി വിളിച്ചു പറയുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ ദുരാഷ്ട്ര പരിഹാരം എന്ന പ്രമേയത്തിനെതിരെ ശക്തമായി നിലകൊള്ളുകയും UN സമാധാന ശ്രമങ്ങൾക്ക് മേലെ നേരിട്ടുണ്ടാക്കിയ ചർച്ചകൾ വഴി ഒരു സമാധാന കരാർ കൊണ്ടുവരികയും വെടിനിർത്തൽ നടപ്പാക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ഗാസയുടെ പുനർനിർമ്മാണം, ഭരണ പുനഃസ്ഥാപനം എന്നീ അജണ്ടകളുടെ പേരിൽ കരാർ പ്രകാരം ബോർഡ് ഓഫ് പീസ് സംഘടിപ്പിച്ചത്. പിന്നീട് UN തന്നെ ഒരു സമാധാനം, അങ്ങനെയെങ്കിലും ഒരു സമാധാനം നടക്കുമല്ലോ എന്ന് വെച്ചിട്ട് അതിനെ അംഗീകരിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. പക്ഷേ ഗാസ മാത്രമല്ല, UN ബദൽ എന്ന ഉദ്ദേശം ആദ്യം തന്നെ വെളിപ്പെട്ടു ട്രംപിൻ്റെ മനസ്സിലിരിപ്പ്. ഇതോടെയാണ് മിക്ക രാജ്യങ്ങളും സംശയത്തോടെ ബോർഡ് ഓഫ് പീസിനെ നോക്കാൻ തുടങ്ങിയത്. ദാവോസിലെ ആ ആദ്യത്തെ പ്രസംഗത്തിലെ ചില വാചകങ്ങൾ, ട്രംപിൻ്റെ വാചകങ്ങൾ ഇങ്ങനെയായിരുന്നു: ബോർഡ് ഓഫ് പീസ് ലോക സമാധാനത്തിൻ്റെ പുതിയ സംരംഭം എന്നാണ്. UN അതിൻ്റെ സാധ്യതകൾ നിറവേറ്റിയില്ല. ബോർഡ് ഓഫ് പീസ് അതിന് പകരമായി വേണ്ടി വന്നാൽ പ്രവർത്തിക്കും. എങ്ങനെ വരെ ട്രംപ് പറഞ്ഞു. ഇതോടെയാണ് ലോകരാജ്യങ്ങൾ സംശയത്തോടെ നോക്കിയത്. UN ബദൽ എന്ന ആശയം ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ള കാര്യം. ഐക്യരാഷ്ട്രസഭയെ തകർത്ത് ഒരു പുതിയ ലോകക്രമം സൃഷ്ടിക്കുക എന്ന ട്രംപിൻ്റെ നീക്കം മിക്ക രാജ്യങ്ങളും തിരിച്ചറിഞ്ഞു. ഫെബ്രുവരി 19 കഴിഞ്ഞ ദിവസം വാഷിംഗ്ടണിൽ നടന്ന ഉദ്ഘാടന യോഗത്തിൻ്റെ പരാജയം ഇതോടെ ട്രംപിൻ്റെ മുന്നിലെ ലക്ഷ്യങ്ങൾക്ക്, അഭിലാഷങ്ങൾക്ക് വിഘാതമായിരിക്കുകയാണ്. ക്ഷണിച്ച 60 രാജ്യങ്ങളിൽ 26 രാജ്യങ്ങൾ മാത്രമാണ് പങ്കെടുത്തത്. പല പ്രധാന രാജ്യങ്ങളും UN വിരുദ്ധമായ നീക്കമാണിതെന്ന് വിമർശിച്ചു. യോഗത്തിൽ ക്ഷണിക്കപ്പെട്ടവരിൽ പലരും നിരീക്ഷകരായി മാത്രമാണ് പങ്കെടുത്തത്, ഇന്ത്യ അടക്കം. അങ്ങനെ പങ്കെടുക്കാനും നിരീക്ഷകരാകാനും സംഗതി എന്താണെന്ന് മനസ്സിലാക്കാനും ഒക്കെയായി 50ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് എത്തിയത്. അതിൽ അസർബൈജാൻ, ബെലാറസ്, ഈജിപ്ത്, ഹംഗറി, ഇന്തോനേഷ്യ, ഇസ്രായേൽ, ജോർദാൻ, മൊറോക്കോ, പാകിസ്ഥാൻ, ഖത്തർ, സൗദി അറേബ്യ, തുർക്കി, UAE, ഉസ്ബെക്കിസ്ഥാൻ, വിയറ്റ്നാം തുടങ്ങി 27 രാജ്യങ്ങളുടെ പ്രതിനിധികൾ മാത്രം
ബോർഡിൻ്റെ ഭാഗമാകാൻ വേണ്ടി വന്നവർ അത്രമാത്രമേ വന്നിട്ടുള്ളൂ. ക്ഷണിക്കപ്പെട്ടവരിൽ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും നിരീക്ഷകരായിട്ടാണ് പങ്കെടുത്തത്. ഫ്രാൻസ്, ജർമ്മനി, UK, സ്പെയിൻ, നോർവേ, സ്വീഡൻ, സ്ലൊവേനിയ, ഉക്രൈൻ തുടങ്ങിയ രാജ്യങ്ങൾ സംഘടനയിലേക്ക് ഇപ്പോഴില്ല എന്ന് വ്യക്തമാക്കി. മറുഭാഗത്ത് ചൈന അടക്കമുള്ള രാജ്യം ആദ്യം തന്നെ തള്ളിക്കളഞ്ഞിരുന്നു. നേരത്തെ കാനഡയ്ക്ക് അയച്ച ക്ഷണം ട്രംപ് തന്നെ റദ്ദാക്കിയത് വലിയ വിവാദമായിരുന്നു. കാനഡയ്ക്കുള്ള ശിക്ഷ എന്നൊക്കെ പറഞ്ഞിട്ട് ചൈന ട്രംപിൻ്റെ ക്ഷണം തുടക്കത്തിൽ നിരസിച്ചത് തന്നെ വലിയ ചർച്ചയായിരുന്നു. റഷ്യ നിരീക്ഷിച്ചതിന് ശേഷം പങ്കെടുക്കാൻ ഇന്ത്യയെ പോലെ ഉള്ള നീക്കം നടത്തി. ഇന്ത്യയും റഷ്യയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെയും നിലപാട് പ്രധാനപ്പെട്ട നിലപാടാണ്. കാരണം അത് നിരീക്ഷിച്ചതിന് ശേഷം എടുക്കുക എന്നുള്ളതാണ്. ഇവിടെ ശ്രദ്ധേയമായ കാര്യം ട്രംപിൻ്റെ ഉദ്ദേശം എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി UN തകർക്കുക എന്നുള്ളതാണെന്ന് വ്യക്തമാണ്. കാരണം ഇപ്പുറത്ത് ഇന്ത്യയെ ക്ഷണിക്കുന്നു, ഒപ്പം പാകിസ്ഥാനെ ക്ഷണിക്കുന്നു, പാകിസ്ഥാൻ ഒപ്പം നിലകൊള്ളുന്നു, ഇന്ത്യയുടെ ആവശ്യങ്ങൾ പരിഗണിക്കും എന്ന തോന്നൽ ഇപ്പുറത്തുണ്ടാക്കുന്നു. അങ്ങനെ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ തല്ലിക്കുകയും ചെയ്യും, നിങ്ങളൊക്കെ ഞങ്ങളുടെ കൂടെ വേണം എന്ന് പറയുകയും ചെയ്യും. ഇതേ സമാന സാഹചര്യമാണ് മറ്റൊരിടത്ത്. ഇപ്പോൾ ഗ്രീൻലാൻഡിന് വേണ്ടി ട്രംപ് നിലകൊള്ളും, ഗ്രീൻലാൻഡ് ഞങ്ങൾ കൈയടക്കും, പിടിച്ചടക്കും എന്ന് പറയും. അതേസമയം യൂറോപ്യൻ രാജ്യങ്ങൾ അതിനെതിരാണ്. അപ്പോൾ അത്തരം യോജിപ്പുകൾ എങ്ങനെ ബോർഡ് ഓഫ് പീസിൽ നടക്കും? കാരണം അവിടെ ട്രംപിന് താല്പര്യമുണ്ട്. മൂന്നാമത്തേത് യുക്രൈനെ റഷ്യ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റഷ്യയും ക്ഷണിക്കും, യുക്രൈനും ക്ഷണിക്കും. അപ്പോൾ ഇവിടെ ട്രംപിൻ്റെ നീക്കം എന്താണ് എന്നുള്ളത് പലപ്പോഴും സംശയകരമാണ്. ആരുടെ സുരക്ഷയാണ് ട്രംപിന് ആത്യന്തികമായി പ്രധാനം? US-ൻ്റെ സുരക്ഷ അല്ലെങ്കിൽ ട്രംപിൻ്റെ സുരക്ഷ മാത്രമാണ്? ട്രംപിൻ്റെ ആവശ്യങ്ങൾ നടപ്പാക്കുക, അതിന് എന്ത് വേണമെങ്കിൽ ചെയ്യും എന്നുള്ള തോന്നലാണ് ഇങ്ങനെ വൈരുദ്ധ്യങ്ങളുടെ ഒരു സമാഹാരം അവിടെ രൂപപ്പെടുന്നതിലേക്ക് നയിച്ചത്. അതുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ ഇന്ത്യ മാറി നിന്നു, റഷ്യ മാറി നിന്നു, യുക്രൈൻ വേണ്ടാന്ന് തന്നെ പറഞ്ഞു. ഞാൻ അവിടെ പോയി നമ്മളെ വീണ്ടും റഷ്യക്ക് കീഴടക്കും എന്നുള്ള സംശയമുണ്ട്. യൂറോപ്യൻ യൂണിയൻ ഈ പറഞ്ഞ പോലെ അവിടെയും ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അവരും മാറി നിന്നു. ബോർഡ് ഓഫ് പീസിലേക്കുള്ള ക്ഷണം ഇന്ത്യയും റഷ്യയും യൂറോപ്യൻ രാജ്യങ്ങളും നിരീക്ഷകരായി മാത്രം പങ്കെടുക്കാനുള്ള കാരണങ്ങളിൽ ഒന്ന് അതാണ്. തൽക്കാലം അംഗത്വത്തിലേക്കുള്ള ക്ഷണം സ്വീകരിക്കാതെ നിരീക്ഷക രാജ്യമായി പങ്കെടുത്ത് സ്ഥിതിഗതികൾ വിലയിരുത്താനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ലോകരാഷ്ട്രീയ അന്തരീക്ഷം ബോർഡ് ഓഫ് പീസിന് സമ്പൂർണ്ണമായി അനുകൂലമല്ല എന്നും ഈ നിലയിൽ ട്രംപിൻ്റെ നീക്കത്തിന് പൂർണ്ണ പിന്തുണ നൽകിയാൽ അത് തിരിച്ചടിയാകുമെന്നും ഇന്ത്യയും കരുതുന്നു. ഈ സാഹചര്യത്തിൽ US ക്ഷണം പുനഃപരിശോധിക്കുകയാണ് എന്ന് വിദേശകാര്യ മന്ത്രാലയം ഒരാഴ്ച മുന്നേ പറഞ്ഞിരുന്നു. നിരീക്ഷക രാജ്യം എന്ന നിലയിൽ ഇന്ത്യൻ എംബസിയുടെ ചുമതലയുള്ള ഇൻചാർജിനെയാണ് ഇന്ത്യ അവിടെ പ്രതിനിധിയായി അയച്ചത്. ബോർഡിൻ്റെ ഭാഗമാകാനുള്ള ക്ഷണം ലഭിച്ചതിന് ശേഷം ഇന്ത്യ അത് സ്വീകരിക്കുമോ എന്ന് ആദ്യം പ്രതികരിച്ചിരുന്നില്ല. ദാവോസിലെ പരിപാടിയിലും ഇന്ത്യ പങ്കെടുത്തിരുന്നില്ല. എന്നാൽ പൂർണ്ണ അംഗമായില്ലെങ്കിലും ബോർഡുമായി സംവദിക്കാൻ തയ്യാറാണ് എന്ന് ഇന്ത്യൻ പ്രാതിനിധ്യം ഈ നിരീക്ഷകരായി പങ്കെടുത്ത പ്രാതിനിധ്യത്തിൽ നിന്നും വ്യക്തമാകുന്നു. വൈരുദ്ധ്യങ്ങളാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൈരുദ്ധ്യങ്ങളാണ് ഇന്ത്യയും ആശങ്കപ്പെടുന്നത്. പാകിസ്ഥാനൊപ്പം സമ്പൂർണ്ണമായി ഉപാധികളില്ലാതെ നിൽക്കും എന്ന് പറയുന്ന ട്രംപിൻ്റെ നിലപാട്, പിന്നെ ഇന്ത്യ ഇതിലേക്ക് ക്ഷണിക്കുന്നു, റഷ്യ, യുക്രൈൻ, ഈ ഗ്രീൻലാൻഡിൻ്റെ ഇഷ്യൂ, ഇതൊക്കെ ഉണ്ട്. യുക്രൈൻ റഷ്യ ഒന്നും പങ്കെടുക്കാത്തതിൻ്റെ കാരണം ഇത് തന്നെയാണ്. ഇങ്ങനെയുള്ളൊരു സാഹചര്യം അവിടെയുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾ ഈ ബോർഡിൻ്റെ അവ്യക്തമായ മാൻഡേറ്റ് UN ചാർട്ടറിനെ തകർക്കും എന്ന് നേരത്തെ തന്നെ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നതാണ്. ട്രംപിൻ്റെ ആധിപത്യ നീക്കം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഏത് ദുർബല രാജ്യത്തിന് മേലെയും ഇങ്ങനെ ഒരു ആധിപത്യ നീക്കം, ജനാധിപത്യത്തിൻ്റെ ഒരുപക്ഷെ ഈ പല രീതിയിൽ ട്രംപ് നടത്തുന്ന ഇടപെടലുകളുടെ തുടർച്ചയായി ഏത് രാജ്യത്തിൻ്റെ മേലെയും കടന്നു കയറാം എന്നുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതുകൂടി ഇവിടെ പ്രധാനമാണ്. യോഗത്തിൽ നടന്നത് ആദ്യഘട്ടം എന്ന നിലയിൽ ഗാസ ദുരിതാശ്വാസ പാക്കേജ് ഉണ്ടാക്കാനുള്ള സാമ്പത്തിക സമാഹരണമാണ്. കസാഖിസ്ഥാൻ, അസർബൈജാൻ, UAE, മൊറോക്കോ, ബഹ്റൈൻ, ഖത്തർ, സൗദി, ഉസ്ബെക്കിസ്ഥാൻ, കുവൈത്ത് തുടങ്ങിയ 9 രാജ്യങ്ങൾ ഗാസ ദുരിതാശ്വാസ പാക്കേജിനായി സംയുക്തമായി $7 ബില്യൺ വാഗ്ദാനം ചെയ്തു. ബോർഡ് ഓഫ് പീസ് അതിന് വേണ്ടിയിട്ട് US $10 ബില്യൺ വാഗ്ദാനം ചെയ്തു. അത് ട്രംപ് പ്രഖ്യാപിച്ചു. പക്ഷേ ഇത് എന്തിനു ഉപയോഗിക്കും എന്ന് വിശദീകരിച്ചിട്ടില്ല. അന്താരാഷ്ട്ര സുരക്ഷാ സേനയുടെ കമാൻഡർ മേജർ ജനറൽ ജാസ്പർ ജെഫേഴ്സ് മൊറോക്കോ, കസാഖിസ്ഥാൻ, കൊസോവോ, അൽബേനിയ എന്നീ രാജ്യങ്ങൾ ഗാസയിലേക്ക് സൈനികരെ അയക്കാൻ വാഗ്ദാനം ചെയ്തു എന്നും ഈജിപ്തും ജോർദാനും ഉദ്യോഗസ്ഥരെ പരിശീലിപ്പിക്കുമെന്നും അവിടെ അറിയിച്ചു. ബോർഡ് ഓഫ് പീസിലെ പങ്കാളിത്തത്തിൽ ട്രംപിന് ആശങ്കയുണ്ടായി എന്നാണ് തുടർന്നുള്ള പ്രഖ്യാപനങ്ങളിൽ നിന്ന് വ്യക്തമായത്. ക്ഷണിക്കപ്പെട്ട ഭൂരിഭാഗങ്ങൾ രാജ്യങ്ങളും പിന്തുണച്ചില്ല. പങ്കെടുത്തവരിൽ കൂടുതലും അമേരിക്കയോട് ഏത് ഘട്ടത്തിലും ഒപ്പം നിൽക്കുന്നവർ മാത്രവുമാണ്. UN തകർക്കാനുള്ള നീക്കം എന്ന വിലയിരുത്തലാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണം. യൂറോപ്പിൻ്റെ നീരസം, ചൈന അടക്കമുള്ള രാജ്യങ്ങളുടെ വിയോജിപ്പ്, പങ്കാളിത്തത്തിൽ പ്രതീക്ഷയ്ക്കേറ്റ തിരിച്ചടി. UN സുരക്ഷാ കൗൺസിലിന് ബദലായി ബോർഡിനെ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുവെന്ന ആശങ്ക. ഈ സാഹചര്യത്തിൽ ട്രംപ് ബോർഡ് ഓഫ് പീസ് യോഗത്തിൽ ഒരു വിശദീകരണം നൽകിയത് വിചിത്രമാണ്. കാരണം ഇത് UN-നെതിരായ നീക്കമല്ല എന്ന് അദ്ദേഹത്തിന് വിശദീകരിക്കേണ്ടി വന്നു. സംഘടന ഐക്യരാഷ്ട്രസഭയുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് ട്രംപ് അവിടെ പറഞ്ഞു. മാത്രമല്ല, ട്രംപിൻ്റെ പ്രസംഗത്തിലെ പ്രധാന പോയിന്റുകൾ ഈ മട്ടിൽ നിങ്ങൾ സംശയിക്കുന്ന പോലത്തെ ഒരു പരിപാടിയല്ല ഉദ്ദേശിക്കുന്നതെന്ന് ട്രംപ് വിശദീകരിക്കുകയാണ്.
ഐക്യരാഷ്ട്രസഭയെ കൂടുതൽ ശക്തമാക്കുകയാണ് ലക്ഷ്യം. ബോർഡ് ഓഫ് പീസ് ഐക്യരാഷ്ട്രസഭയുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയും ശരിയായി പ്രവർത്തിക്കുന്നെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും. അവർക്ക് പണം ആവശ്യമുണ്ട്, പണത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ സഹായിക്കും, ഐക്യരാഷ്ട്രസഭ നിലനിൽക്കുന്നതായി ഞങ്ങൾ ഉറപ്പാക്കുമെന്നും ട്രംപ് പറഞ്ഞു. അപ്പോഴും UN മുൻനിർത്തി അവസരം കിട്ടുമ്പോൾ ഇടപെടാനും അതിന്മേൽ അധികാരം സ്ഥാപിക്കാനുള്ള ഉദ്ദേശം വ്യക്തമാണ്. യൂറോപ്യൻ രാജ്യങ്ങളുടെ പങ്കാളിത്തവും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ എതിർപ്പും പ്രസക്തമാണ്. UN ഒറ്റയടിക്ക് തകർക്കാനുള്ള ട്രംപിൻ്റെ നീക്കം ഈ സാഹചര്യത്തിൽ പരാജയപ്പെട്ടു എന്ന് തന്നെ വേണം വിലയിരുത്താൻ. ലോക രാഷ്ട്രീയ ഭൂപടം പല രീതിയിൽ അതിൻ്റെ സഖ്യസാധ്യതകളൊക്കെ മാറി മറിയുകയും ഇടപെടലിൻ്റെ ശേഷി, അധികാരമുള്ള ആളുകൾ മേധാവിത്വം സ്ഥാപിക്കുന്ന സാഹചര്യം ഒക്കെ രൂപപ്പെടുന്ന ഘട്ടത്തിൽ ട്രംപിൻ്റെ ഈ മട്ടിലുള്ള നീക്കം പരാജയപ്പെട്ടു, പ്രാഥമികമായെങ്കിലും പരാജയപ്പെട്ടു എന്ന് കരുതുന്നതിൽ ഭൗമരാഷ്ട്രീയത്തിലെ ആശ്വാസം പരക്കുന്നുണ്ട്. പ്രധാനമായി അമേരിക്ക അങ്ങനെ അങ്ങ് പിന്മാറുന്ന ശക്തിയല്ല എങ്കിൽ പോലും ഏറ്റവും ഒടുവിൽ ഇറാനിൽ തന്നെ ഇങ്ങനെ ഭീതി പരത്തിക്കൊണ്ട് യുദ്ധ നിഴൽ അവിടെ വീഴ്ത്തിക്കൊണ്ട് നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ബോർഡ് ഓഫ് പീസിലൂടെ ട്രംപ് ഉദ്ദേശിച്ച ആദ്യത്തെ നീക്കം എന്തായാലും പരാജയപ്പെട്ടു എന്ന് തന്നെ വേണം കരുതാൻ. ഇനി ഏത് മട്ടിൽ ട്രംപ് ഇതിനെ കൈകാര്യം ചെയ്യും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനിയൊരു വിപുലമായ യോഗത്തിലേക്ക് മറ്റ് രാജ്യങ്ങളെ കൂടി പങ്കെടുപ്പിക്കും വിധത്തിലുള്ള ട്രംപിൻ്റെ പതിവ് ഭീഷണികൾ മുഴക്കപ്പെടുമോ എന്നുള്ളത് കൂടി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. നന്ദി, നമസ്കാരം.